നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലെക്സസ് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിപ്പോൺ ടൊയോട്ടയോട് ചേർന്നുള്ള ലെക്സസിൻ്റെ അതിമനോഹരമായ ഷോറൂമിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും പുതിയ LM350H ടെസ്റ്റ് ചെയ്തത്. അന്ന് നമ്മൾ പറയുണ്ടായി ഇന്ത്യയിലെ സെലിബ്രിറ്റീസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളാണ് ലെക്സസിൻ്റെതെന്ന്. ലെക്സസ് സത്യത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രധാനമായിട്ടും ജർമ്മൻ വാഹന നിർമ്മാതാക്കൾ അങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ പ്രീമിയം സെഗ്മെൻറ്റ്. അതിൽ പോലും ലെക്സസ് ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വാഹനത്തിൻ്റെ ചില പുതുമകളാണ്. പുതുമകൾ മാത്രമല്ല, അങ്ങേയറ്റം റിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി, അതോടൊപ്പം തന്നെ ഇൻറ്റീരിയറിൽ, അതായത് യാത്രക്കാർക്ക് എത്രത്തോളം കംഫർട്ട് കിട്ടുന്നുണ്ടോ അതിൻ്റെ മാക്സിമം നൽകാനായിട്ട് എപ്പോഴും ലെക്സസ് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത LM350H എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. ഇത് NX350H മറ്റൊരു മോഡലാണ്. ഇത് 80 ലക്ഷം രൂപ ഓൺ റോഡ് വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അറ്റത്തും നിങ്ങൾ കണ്ടു കാണും H എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. അതായത് ഇത് സ്ട്രോങ് ഹൈബ്രിഡാണ്. സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളാണ് ഇതുവരെ ലെക്സസ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലെക്സസിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് മോഡലാണ്. അദ്ദേഹമാണ് അങ്ങേ അറ്റത്ത് വിശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ES500E എന്നാണ്. അപ്പോൾ ലെക്സസും അങ്ങനെ ഇലക്ട്രിക് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില 90 ലക്ഷം രൂപയേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. കാരണം ഇത് CBU ആണ്. പൂർണ്ണമായിട്ടും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്തൊരു വാഹനമായിട്ട് പോലും ആ വിലയിൽ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. 580 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനമാണ്. ഈ ES500 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നിങ്ങൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് തന്നെയാണ്. അതിൻ്റെ 8th ജനറേഷൻ മോഡലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ എന്നുള്ള ബാഡ്ജിങ് മാറി ഇവിടെ വീണ്ടും ഒരു H കൂടെ വരും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ തിരഞ്ഞെടുക്കാം. അതിൻ്റെ വിലയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ES500E ആണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പായിരുന്നു ഇതേ ഷോറൂമിൽ വെച്ച് ഈ വാഹനം ലോഞ്ച് ചെയ്തത്. ഇനിയിപ്പോൾ ബുക്കിംഗ് വിൽപ്പനയൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുൻഭാഗം കാണുമ്പോൾ നിങ്ങൾ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന ലെക്സസിൻ്റെ മോഡലുകൾ സ്പിൻഡിൽ ഗ്രില്ലെന്ന് പറഞ്ഞ് മുൻഭാഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഗ്രില്ലായിരുന്നെങ്കിൽ അത് പാടെ ഒഴിവാക്കി വന്നിരിക്കുന്ന ആദ്യത്തെ മോഡലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകത ഈ മോഡലിനുണ്ട്. കാഴ്ചയിൽ പെട്ടെന്ന് ലെക്സസ് ആണോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ മുൻഭാഗം മാറിയിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. തന്നെയല്ല, സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന LS500നെക്കാളും വ്യത്യസ്തമായിട്ട് ഒരു കൂപ്പേ ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനൊക്കെ ആയിട്ട് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല, കഴിഞ്ഞ ജനറേഷൻ മോഡലിനേക്കാളും 170 മില്ലിമീറ്റർ നീളം വർദ്ധിച്ചു, 55 മില്ലിമീറ്റർ വീതി വർദ്ധിച്ചു, 130 മില്ലിമീറ്റർ ഉയരവും വർദ്ധിച്ചു. കൂടാതെ 20 മില്ലിമീറ്ററോളം ഇന്ത്യയിലെ മോഡലിനായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസും വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ 158 മില്ലിമീറ്ററായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് മാറി. മറ്റൊരു കാര്യമുള്ളത്, വീൽ ബേസും 80 മില്ലിമീറ്റർ വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ വലിപ്പം കൂടി എന്നുള്ളത് കൊണ്ട് തന്നെ ഉൾഭാഗത്ത്, അതായത് നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും സുഖകരമായ ഒരു ഇൻറ്റീരിയർ സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത. എന്ന് തന്നെയുമല്ല, ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ കണ്ട് വന്നിരിക്കുന്ന മോഡലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ലെക്സസിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയാണ്, വ്യത്യസ്തത. അതാണ് നമ്മളെപ്പോഴും ആകർഷിക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജർമ്മൻ വാഹന നിർമ്മാതാക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യസ്തതയാണ് എപ്പോഴും ലെക്സസിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് പറയാവുന്ന കാര്യം. ഇപ്പോൾ ഏറ്റവും പുതിയ ഡിസൈനിലേക്കാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്പിൻഡിൽ ഗ്രില്ല് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഏറ്റവും പുതിയ പ്രൊവോക്കേറ്റീവ് സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലെക്സസിൻ്റെ ആ ഒരു ഡിസൈൻ തീമിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. കുറച്ച് കാലം മുമ്പ് ലെക്സസ് ഒരു പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചിരുന്നു. LFZC എന്നാണ് ആ പ്രോട്ടോടൈപ്പിൻ്റെ പേര്. ഏതാണ്ട് ആ രൂപത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി മുൻപോട്ട് പോകുമ്പോൾ ലെക്സസിൻ്റെ പല മോഡലുകളും ഈ ഒരു ഡിസൈൻ തീമിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുൻഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്നത് അടച്ച് കെട്ടിയ ഒരു മുൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോൾ എന്താകും മുൻഭാഗത്തിൻ്റെ രീതി നടന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അടച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത്. സ്പിൻഡിൽ ഗ്രില്ല് പൂർണ്ണമായിട്ടും കളയാൻ ഒരു ചെറിയ മടിയുള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ വലിയ ഒരു എയർ ഡാമും അവിടെ ധാരാളം സെൻസേഴ്സ് ഇത് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല അതെല്ലാം റഡാർ ബേസ്ഡുമാണ്. ഏറ്റവും ആധുനികമായ
അഡാസ് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻസേഴ്സൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത്. ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അതായത് എവിടെയാണ് ഹെഡ്ലാമ്പ് എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഒരു 2 പോഡ് ഹെഡ്ലാമ്പിൻ്റെ സ്ലോട്ട് കാണുന്നത്. അതുപോലെ ഇവിടെ ഡേറ്റ റണ്ണിംഗ് ലാമ്പും അതുപോലെ അത് തല തിരിച്ചിട്ടതുപോലെ ഒരു സൈഡ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്തിൻ്റെ താഴെയായിട്ട് എന്താ പറയുക ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതും ഭംഗിയായിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഈ കാണുന്നത് ഒരു ഡാർക്ക് ആഷ് ഫിനിഷുള്ള ഒരു ലോവർ ലിപ്പ് പോലൊരു ഭാഗമുണ്ട്. ഈ ഒരു കോപ്പർ ഫിനിഷ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ ഒരു കളർ എന്ന് പറയുന്നത്. 5 കളേഴ്സിൽ ഇത് വരുന്നുണ്ട്, ഈവൻ ബ്ലൂ വരെയുണ്ട്. പക്ഷേ ഇതാണ് ഒരു സിഗ്നേച്ചർ കളർ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതെല്ലാം മിറർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മുഖം കാണാം, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കുള്ള കട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ബോണറ്റൊക്കെ വളരെ ഹെവി ലുക്കുള്ള ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലെക്സസിൻ്റെ ലോഗോയും ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് മുൻഭാഗത്ത് പറയാവുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കേണ്ടത്, വ്യത്യസ്തത. അതായത് നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ച രൂപങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു മുൻഭാഗമാണ് നമ്മൾ കണ്ടത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ടയേഴ്സാണ് കാണുന്നത്. അതായത് 20 ഇഞ്ച് ടയേഴ്സാണ്. അത് സാധാരണ സെഡാനുകളിൽ പതിവുള്ളതല്ല. അത്രയും വിശാലമായ വലിയ ടയേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൽ എയറോ വീലെന്ന് വിളിക്കാനാവാത്ത രീതിയിലുള്ള ഒരു അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും അതുപോലെ തന്നെ വളരെ ഡിമ്മായിട്ടുള്ളൊരു ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ചാർജിങ് പോർട്ടിൻ്റെയൊക്കെ ഓപ്പൺ ചെയ്യുന്ന രീതിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അടയ്ക്കുമ്പോൾ ക്ലോസ് ആയി അത് രസമായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു വലിയ വാഹനം, അതായത് 5 മീറ്ററിൽ കൂടുതൽ 5120 മില്ലിമീറ്റർ നീളവും 2950 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ള ഈ വാഹനത്തിൻ്റെ വലിപ്പം ഒന്ന് കട്ട് ചെയ്യുന്നത് ഈ ഒരു എലമെൻറ്റാണ്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള എലമെൻറ്റ് അത് പിൻഭാഗം വരെ നീളുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉൾഭാഗത്തുനിന്ന് പിടിച്ച് അങ്ങനെ തുറക്കാം. ഒന്ന് അടുത്ത് പിടിച്ചാൽ മതി, അദ്ദേഹം അടഞ്ഞോളും. അതുപോലെ സൈഡിലൊക്കെയാണെങ്കിലും വലിയ ഗ്ലാസ് ഏരിയയാണ്. ഇപ്പം ഈ ഒരു ഭാഗത്ത് പിൻഭാഗത്തേക്കുള്ള ഗ്ലാസ് ഏരിയ വളരെ വിശാലമാണ്. അതോടൊപ്പം തന്നെ ചെറിയ കോർണർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫിലാണ്. പക്ക ഒരു കൂപ്പ ഡിസൈനിലേക്കാണ് ഇപ്പോൾ പുതിയ ES വന്നിരിക്കുന്നതെന്ന് പറയാം. പിൻഭാഗവും വളരെ വ്യത്യസ്തം തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഒരു LED സ്ട്രിപ്പാണ്. ലെക്സസ് എന്നുള്ള ബാഡ്ജിങ് അതും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള എന്താണ് ഇലുമിനേറ്റഡ് എന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ES 500E ഓൾ വീൽ ഡ്രൈവ് ആണ് ഈ വാഹനം. അതാണ് അവിടെ കാണുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് വലിയ വിശാലമായ ഗ്ലാസ് ഏരിയയിലേക്കാണെന്ന് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ 458 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ജനറേഷനേക്കാൾ അല്പം ബൂട്ട് സ്പേസ് കുറവായിരുന്നു. അത് 490 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇതിപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. ബാറ്ററി പാക്ക് താഴെ വന്നപ്പോഴത്തേക്കുള്ളൊരു വ്യത്യാസമാണത്. നമുക്കിത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യുകയും ചെയ്യാം. പിൻഭാഗത്തും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ എലമെൻറ്റ്സ്, നമ്മൾ സൈഡിലൊക്കെ കണ്ട എലമെൻറ്റ്സിൻ്റെ തുടർച്ച പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അത് അതിൻ്റെ ആ കട്ടൊക്കെ നല്ല രസമാണ്. ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും വളരെ എന്താ പറയുക ബോൾഡായിട്ടുള്ളൊരു ലുക്ക് അത്തരത്തിലുള്ള ഈ കട്ടുകളും ഗ്രീസുകളൊക്കെ വന്നപ്പോൾ വാഹനത്തിന് കിട്ടുകയും ചെയ്തു. എങ്കിൽ പോലും കുറച്ച് പ്ലെയിനായിട്ടാണ് പിൻഭാഗം കൊടുത്തിരിക്കുന്നത് പറയാം. കാഴ്ചയിലൊരു വ്യത്യസ്തമായ രൂപം ഇവിടെയും നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഷാർഫിൻ ആൻറ്റിനയും അതുപോലെ ഡീഫോഗറുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലാമ്പ് ഈ ഭാഗത്തായിട്ട് ഇവിടെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു നിറം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് നോർത്ത് ഇന്ത്യയിൽ അത് വലിയ ഹിറ്റാണ് ഈ നിറം. മലയാളികൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള കളേഴ്സിന് വലിയ താല്പര്യമില്ല. തന്നെയല്ല ഇത്തരത്തിലുള്ള കളേഴ്സ് EVയിൽ വരുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പച്ചബോർഡ് വലിയ പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെങ്കിലും ഈ പച്ചബോർഡ് എടുത്ത് കളഞ്ഞ് വാഹനങ്ങളെ സൗന്ദര്യം സംരക്ഷിക്കണം എന്നുള്ള കാര്യമാണ്. ഇത് ഏത് കളറായാലും അതിലൊക്കെ ഈ പച്ച ബോർഡ് വരുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ലുക്ക് അങ്ങ് ഒരു സുഖമില്ലാത്ത ലുക്കായി മാറുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാൻ തോന്നുന്നു. എന്തായാലും കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞ ആളായതുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയിൽ കാണാം. ക്ലീൻ ടെക് ഇൻറ്റു എലഗൻസ് എന്ന് പറയുന്നൊരു ഡിസൈൻ തീമാണ് ഉൾഭാഗത്ത് പിന്തുടർന്നിരിക്കുന്നത്. അതിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയൊരു കാര്യം വെച്ചാൽ ഈ പാനലുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് തിന്നാക്കി, ഈവൻ സീറ്റ് പോലും അല്പം തിന്നാക്കിയിട്ട് ഉൾഭാഗത്ത് ഇഷ്ടംപോലെ സ്പേസ് കിട്ടി. ഇത് പക്ഷേ ആദ്യം പരീക്ഷിക്കുന്ന ലെക്സസ് അല്ല,
ഇത് ആദ്യം മേടിച്ച് നമ്മുടെ ഇൻഡിഗോയാണ്. ഇൻഡിഗോയിലാണ് ഈ ഉള്ളിത്തൊലി പോലുള്ള സീറ്റുകളൊക്കെ വന്നത്. അതായത് ഇൻറ്റീരിയർ മാക്സിമം ആളെ ഇടിച്ച് കയറ്റാൻ വേണ്ടി ഇൻഡിഗോ എയർലൈനിൽ. പക്ഷേ ഇത് അങ്ങനെ മോശമാക്കിയിട്ടില്ല കേട്ടോ. അത്രയും എന്താ പറയേണ്ടത്, അത്രയും സ്പേസ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ പോലും മൊത്തത്തിലൊന്ന് തിന്നാക്കിയതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഈ ഒരു ഉൾഭാഗത്തുണ്ട്. ഇപ്പോൾ ഇതിന് ടാൻ അല്ലെങ്കിൽ വൈറ്റ് 2 കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോർ പാഡാണ്. ഡോർ പാഡിൽ കാണുന്ന കണ്ടു ഒരു LED ലൈറ്റിംഗ് ആ ഡോർ പാഡിൽ കൊടുക്കുന്നത്. അത് 3D പ്രിൻറ്റിംഗ് ആണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ലൈറ്റുകൾ വരുന്നുണ്ട്. അത് ആംബിയൻ ലൈറ്റ് നമ്മൾ കളേഴ്സ് മാറ്റുന്നതനുസരിച്ച് ആ ലൈറ്റ് മാറും. അത് നല്ല രസമായിട്ടുണ്ട്. അതിനൊരു വുഡ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3D പ്രിൻറ്റിംഗ് ആണത്. അതുപോലെ തന്നെ നല്ല വൈറ്റ് ഫിനിഷും ബ്ലാക്ക് ഫിനിഷും എല്ലാം കൂടി ആ ഒരു ഡോർ പാഡിൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മാർക്ക് ആൻഡ് ലെവിൻസിൻ്റെ സ്പീക്കറിൻ്റെ ഒരു ലോഗോയും നമുക്കവിടെ കാണാൻ സാധിക്കും. കുറച്ച് അത്യാവശ്യം 1-2 ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്പേസ് അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഉൾഭാഗത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലെക്സസിൻ്റെ ഏതൊരു മോഡലിൻ്റെ ആയാലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിലും അങ്ങനെ തന്നെയാണ്. നല്ല രസമായിട്ടുണ്ട്. ഈ ലെയേർഡായിട്ടുള്ള ഡാഷ്ബോർഡ്, അതിൽ ഇവിടെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെഡായിരുന്നു, അതിപ്പം മാറിയിട്ട് അല്പം ബ്ലൂയിഷ് ആകുന്നു, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെയാണല്ലോ അല്പം ടെക്സ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഫിനിഷ് കൊടുത്തിരിക്കുന്നു, ബ്ലാക്ക് ഫിനിഷ്. പിന്നെ ഇവിടെയൊക്കെ വലിയ സ്പീക്കറിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു സാമാന്യം വലിയ ഗ്ലൗ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ കാണുന്നതൊക്കെ ആണെങ്കിൽ ഇതിന് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന സംഭവം. ഞാനിപ്പോൾ കൈകൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ ഇതെല്ലാം തെളിഞ്ഞു. അതാണ് ഈ പ്രോക്സിമിറ്റി എന്ന് പറയുന്ന സാധനം. നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ആണ് അതുവരെ അത് ഒട്ടും വിസിബിൾ അല്ലാത്ത രീതിയിൽ നിൽക്കും. ഈ സ്വിച്ചുകൾ അടുത്തേക്ക് വരുമ്പോൾ അത് വിസിബിൾ ആവും. ഇപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും 360 ഡിഗ്രി ക്യാമറ വ്യൂ ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കൂടാതെ അതിൽ വളരെ കുറച്ച്, ഇപ്പോൾ ഈ ഒരു 3 സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും അല്ലാതെ മറ്റൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഈ ഒരു സ്ക്രീനിൽ. പിന്നെ താഴെയായിട്ട് 2 മൊബൈൽ ചാർജിങ് പാഡുകൾ കൊടുത്തിരിക്കുന്നു. 2 C ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു. ഇവിടെ മനോഹരമായ ഗിയർ സെലക്ടർ, വളരെ ചെറിയൊരു ഗിയർ സെലക്ടറാണ് ഇത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. കണ്ടോ, കീയിൽ മൊത്തം ജാപ്പനീസാണ്. കാരണം ഇത് CB ആയതുകൊണ്ട് ഇംഗ്ലീഷ് പോലും എഴുതിയിട്ടില്ല എന്നുള്ള കാര്യമാണ് രസകരമായ കാര്യം. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ ഇതങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇവിടെ സാമാന്യം വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, വളരെ ഡീപ്പായിട്ട്. അതിലും ചാർജിങ് പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന 14 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാർക്ക് ആൻഡ് ലെവിൻസിൻ്റെ മ്യൂസിക് സിസ്റ്റവും 360 ഡിഗ്രി ക്യാമറ, അത്തരം എല്ലാ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുണ്ട്. നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിയറിങ്ങിൻ്റെ ഹീറ്റഡ് സ്റ്റിയറിംഗ് ആണ്. അത്തരം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ ക്രിസ്പായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിലൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. EVകളുടെ ഒരു തനത് രീതിയിൽ അത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫ്രണ്ടിലെ 2 സീറ്റുകളും ഹീറ്റഡും അതുപോലെ തന്നെ വെന്റിലേറ്റഡുമാണ്. അതിനൊക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സീറ്റുകൾക്ക് കൊടുത്തിട്ടുമുണ്ട്. മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സൺറൂഫ്, പനോരമയ്ക്കൊന്നും വിളിക്കാനാവില്ല, പക്ഷേ ഈ ഒരു ഭാഗം വരെയുണ്ട്. സിംഗിൾ പെയിൻ ആണെങ്കിലും കുറച്ച് വലിപ്പം, എന്താ പറയുക, നീളം കൂടിയ സിംഗിൾ പെയിൻ എന്ന് വിളിക്കാം. പിന്നിലേക്ക് ഈ ഒരു ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ പറ്റില്ലല്ലോ, എന്തായാലും ഈ ഒരു സൺറൂഫ് പറ്റില്ല എന്നുള്ളതൊന്നും അത് കൊടുത്തിട്ടുമില്ല. ഇവിടെ ഡിജിറ്റൽ റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്യാമറ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിൻഭാഗത്തേക്കൊന്നും കാണാനില്ല, ഡീലർഷിപ്പ് ആയതുകൊണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് തന്നെ കാണാനുള്ളൂ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ രസകരമായ കാര്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഫിസിക്കൽ സ്വിച്ചുകളല്ല എന്നുള്ള കാര്യമാണ്. പാഡാണ് കൊടുത്തിരിക്കുന്നത്. പാഡിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് ഓൺ ആയതുകൊണ്ടോ, ഇതൊക്കെ ഈ ഒരു പ്രോക്സിമിറ്റി സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ള ലെക്സസിൻ്റെ ലോഗോ അല്ല കൊടുത്തിരിക്കുന്നുള്ള കാര്യമാണ്. ലെക്സസ് എന്നുള്ള ബാഡ്ജിങ് ആ ലെറ്റേഴ്സ് നീട്ടി എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള സ്റ്റിയറിംഗ് വീല്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഇതിൽ ഡ്രൗസിനെസ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ എന്ന് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻസറാണ് ആ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12.3 ഇഞ്ചിൻ്റെ സ്ക്രീൻ, അതിൻ്റെ ഷേപ്പൊക്കെ രസകരമായിട്ടുണ്ട്, അത് കൊടുത്തിരിക്കുന്നു. അതിന് നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല വിസിബിലിറ്റിയൊക്കെയാണ്, നല്ല സുഖമായിട്ട് കാഴ്ചകൾ കണ്ടു പോകാവുന്ന വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണെങ്കിലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം താഴുന്നു, അദ്ദേഹം പോകുന്നു. അതുപോലെ ഡോർ ഹാൻഡിൽ പോലും വ്യത്യസ്തമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മതി, അദ്ദേഹം അങ്ങ് തുറക്കുന്നുണ്ട്. ഇവിടുത്തെ ലൈറ്റുകൾ കാണുന്നുണ്ടാവും, ചുവപ്പ്, നമ്മുടെ പാർട്ടിയുടെ ആ ഒരു ചുവപ്പ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ വിശേഷം. പിന്നിലും കൂടി ഇരുന്ന് നോക്കാം. പിൻഭാഗത്ത് കയറുമ്പോൾ എൻ്റെ ദൈവമേ, എന്തോ ഇത്
നെഹ്റു സ്റ്റേഡിയമോ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ആഹാ, ഇഷ്ടം പോലെ സ്പേസ്. അതായത് വാഹനത്തിൻ്റെ നീളം വർദ്ധിച്ചതും 130 മില്ലിമീറ്റർ നീളം വർദ്ധിച്ചതും 80 മില്ലിമീറ്റർ വീൽ ബേസ് വർദ്ധിച്ചതും കൃത്യമായിട്ട് മനസ്സിലാകും നമ്മൾ പിൻഭാഗത്തേക്ക് കയറിയിരിക്കുമ്പോഴാണ്. നിങ്ങൾ പഴയ ES500 കയറിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ബാറ്ററി വാഹനങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ ബാറ്ററി പാക്ക് താഴെ അങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഏകദേശം 80 കിലോവാട്ടിൻ്റെ അടുത്തുള്ള ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് അത് വിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് ഉണ്ട്, പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കാല് ഇങ്ങനെ വെച്ചിരുന്നാൽ കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിരിക്കാൻ ശ്രമിച്ചാൽ ഒരല്പം തൈ സപ്പോർട്ട് കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഒന്നും വലിയ സെൻട്രലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാൻ സാധിക്കും. പിന്നിലേക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, AC വെൻറ്റിൽ കാണുന്ന ഈ ഒരു പാനലിൽ പോലും ആ കളേഴ്സ് മാറുന്നുണ്ട്, ആംബിയൻ ലൈറ്റിൻ്റെ കളേഴ്സ് മാറുന്നുണ്ട്. ഇവിടെ 2 C ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആംബ്രസ്റ്റ് ഉണ്ട്. ആംബ്രസ്റ്റിൽ ഇവിടെ കപ്പ് ഹോൾഡറുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, എവിടെയാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ മൊബൈലൊക്കെ വെക്കാവുന്നൊരു സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു, വളരെ വിശാലം തന്നെയാണ്. അതുപോലെ പിൻഭാഗത്തേക്ക് വേണമെങ്കിൽ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ പിൻഭാഗത്ത് ബൂട്ടിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാനും സാധിക്കും. എന്തായാലും കുഷനിങ് ഒക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരേ ഒരു പ്രശ്നമുള്ളൂ, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാലിൻ്റെ തൈ സപ്പോർട്ട് അല്പം കുറയുന്നുള്ളൂ. എങ്കിൽ പോലും ഇവിടെയൊക്കെ ഈ ഒരു കുഷനിങ് കൊടുത്ത് മോശമല്ലാതാക്കിയിട്ടുണ്ട്. എന്തായാലും സൈഡിൽ ഈ ഒരു ബോൾസ്റ്റേഴ്സൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളവൊക്കെ തിരിയുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ കൊണ്ടുനടന്നോളും. ഡോർ പാഡിൽ 1-2 ബോട്ടിൽ വയ്ക്കാം, നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിൻഭാഗമാണ് സാറേ മെയിൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം 350H കണ്ട പോലെ തന്നെ പിൻഭാഗത്ത് ഷോഫർ ഡോറാണെങ്കിൽ ഇത് അടിപൊളിയാണ്. പക്ഷേ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല രസമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഇതിപ്പം നമുക്ക് ഓടിക്കാവുന്ന അവസ്ഥയിലുള്ള മീഡിയ വണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മീഡിയ വണ്ടി വരാൻ സാധ്യത കുറവാണ്. വരാൻ സാധ്യത ഇതിൻ്റെ ഹൈബ്രിഡിൻ്റെ ആയിരിക്കും. എന്തായാലും വാഹനത്തിന് ബുക്കിംഗ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നൊരു സമയമാണിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ 74.68 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 338 HP ഇലക്ട്രിക് മോട്ടറും കൊടുത്തിട്ടുണ്ട്. 5.5 സെക്കൻഡ്സ് മതി ഈ വാഹനം 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. ചാർജിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റും ഇനിയിപ്പോൾ അറിയാനിരിക്കുന്നുള്ളൂ. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ആകുന്ന ഒരു വാഹനമായിരിക്കും എന്നുള്ളത് സംശയമില്ല. അത്തരം ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ നീളമൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ E-ക്ലാസ്, ബെൻസിൻ്റെ E-ക്ലാസിൻ്റെ ലോങ് വീൽ ബേസ് ഒക്കെ വന്നല്ലോ, അതിനേക്കാളൊക്കെ വളരെ ചെറിയതായിട്ട് മാത്രമേ നീളം കുറവുള്ളൂ. അത്രയും വലിയ ഒരു വാഹനമാണിതെന്നാണ് പറയേണ്ടത്. പിന്നെ കാര്യമുള്ള ഓൾ വീൽ ഡ്രൈവാണ്, അതുകൊണ്ട് തന്നെ നല്ല റോഡ് ഗ്രിപ്പ് അപാരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 10 എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നുണ്ട്. വളരെ സുരക്ഷിതമാണ്. ഞാനതാ പറഞ്ഞത്, ഇത്രയും ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ CBU ആയിട്ടൊന്നും വന്നൊരു വാഹനത്തിന് 90 ലക്ഷം രൂപ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് മോശമല്ല. പിന്നെ EV ആയതുകൊണ്ട് തന്നെ ടാക്സ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 1 കോടി 2 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ വാഹനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ലെക്സസ് ആണെങ്കിൽ പോലും ലെക്സസിൽ ആദ്യമായി ഇലക്ട്രിക് മോട്ടോർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കണമെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇദ്ദേഹത്തെ ഓടിച്ച് പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.